ഇന്ന് നമ്മൾ IHT വാറ്റും ആണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. IHTയും വാറ്റും ഞാൻ പറയുന്ന ലൈക്ക് നമുക്ക് മൊത്തം ഒരു എന്താ പറയാ ഭയങ്കര ഇൻ ഡീറ്റെയിൽ റിവിഷൻ പോകാൻ പറ്റണം എന്നില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാനൊന്ന് റിവൈസ് ചെയ്ത് തരാം. അതിനുശേഷം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് നിങ്ങൾ എന്ത് ചെയ്തു കാര്യമായിട്ട് ചോദിച്ചു. ഓക്കെ, സോ ജസ്റ്റ് ഒരു ബ്രീഫ് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷൻ അല്ല. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് എന്ത് ചെയ്യാം, പ്രോപ്പർലി ചോദിക്കാം. ഓക്കെ, യെസ്. സോ നമുക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്റെ പാരന്റ്സിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്റെ ചിൽഡ്രന് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അവിടെ അറൈസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ഒരു ചാർജബിൾ പ്രോപ്പർട്ടീന്റെ മുകളിലാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് വരിക. ഒരു ചാർജബിൾ പേഴ്സൺ അത് ചെയ്താലേ IHT വരുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫേഴ്സ് ചെയ്യുമ്പോൾ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സും ഉണ്ട്, അതായത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന ട്രാൻസ്ഫേഴ്സും ഉണ്ട്. മരിച്ചു കഴിയുമ്പോൾ അവരുടെ അസറ്റ്സ് എന്ത് ചെയ്യാറുണ്ട്, അവരുടെ മക്കൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോ ലൈഫ് ടൈമിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ആണ് ബേസിക്കലി ഉള്ളത്. CLTസും ഉണ്ട്, ETസും ഉണ്ട്. ഓക്കെ, CLTs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രസ്റ്റിലേക്ക്, ഓക്കെ, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ട്രസ്റ്റിലേക്ക് എന്തെങ്കിലും എമൗണ്ടുകളോ പ്രോപ്പർട്ടികളോ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, CLT ട്രാൻസ്ഫേഴ്സ് എന്ന് വിളിക്കും. ബേസിക്കലി ട്രസ്റ്റിലേക്കുള്ള ട്രാൻസ്ഫേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, CLT ട്രാൻസ്ഫേഴ്സ് എന്ന് വിളിക്കുക. ഇനി PET ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വേറൊരു ഇൻഡിവിജ്വലിന് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. ഓക്കെ, പ്രോപ്പർട്ടിയോ അസറ്റ്സോ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, PET എന്ന് വിളിക്കുന്നത്. ഇൻഡിവിജ്വൽ ടു ട്രസ്റ്റ് ട്രാൻസ്ഫേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, CLTs എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ അസറ്റിന്റെ വാല്യൂ. ഓക്കെ, യൂഷ്വലി മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുക. പക്ഷെ ഷെയർസിന്റെ കേസിൽ നമ്മൾ ഡിഫറെന്റ് ഒരു കാൽക്കുലേഷനിലും കാര്യങ്ങളിലേക്കും പോകും. അപ്പൊ ഷെയർസിന്റെ കേസിൽ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, ഷെയർ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷെയറിന്റെ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഷെയറിന്റെ വാല്യൂ മൈനസ് ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷമുള്ള ഷെയറിന്റെ വാല്യൂ. ആ ഒരു ഡിഫറൻസ് എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിമിനിഷൻ ഇൻ വാല്യൂ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ഓക്കെ, നമ്മൾ IHTയിൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ ട്രാൻസ്ഫർ എമൗണ്ട്, ലൈക്ക് ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത്, ഷെയറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താലാണ് നമുക്ക് ബേസിക്കലി കിട്ടുക. അപ്പോ എന്റെ കയ്യിൽ ഒരു 100,000 ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കാം, വാല്യൂ ആണ് 100,000 വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അതിലൊരു 40,000 വാല്യൂ ഉള്ള ഷെയർസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വിചാരിക്കാം. അപ്പൊ വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ബിഫോർ ഗിഫ്റ്റ് എന്ന് പറയുന്നത് 100,000 ആണ്. വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ 40,000 ആണല്ലോ ഗിഫ്റ്റ് ചെയ്തത്, റിമൈനിങ് 60,000 ആയിരിക്കും വാല്യൂ ഓഫ് എസ്റ്റേറ്റ് ആഫ്റ്റർ ഗിഫ്റ്റ്. അപ്പൊ ഡിമിനിഷൻ വാല്യൂ എന്ന് പറയുന്നത് 100,000 മൈനസ് 60,000 40,000 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. ഇത് ഷെയർസിന് മാത്രമാണ് കേട്ടോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാത്തിനും മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, IHTക്ക് വരുന്ന ചാർജബിൾ അസറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. എല്ലാ അസറ്റ്സും IHTന്റെ അണ്ടറിൽ എന്താണ്, ചാർജബിൾ ആണ്. പൊതുവെ എക്സെപ്റ്റ് അസറ്റുകളൊന്നും ഇല്ല. ഓക്കെ, ഇനി ചാർജബിൾ പേഴ്സൺസ് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും IHTന്, അതായത് എപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ആണ് IHT കൊടുക്കേണ്ടി വരും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിവിജ്വൽസും ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിവിജ്വൽസും IHT പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനിത് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്, ഞാൻ പറഞ്ഞു നമ്മളൊരു ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, സ്പെസിഫിക് ഏരിയയിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ഇനി IHT ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് എന്നാണ് പറയുന്നത്.
ഒന്നില്ലെങ്കിൽ ഒരാൾ മരിക്കുന്ന സമയത്ത്, ഓക്കെ, മരിക്കുന്ന സമയത്ത് അയാളുടെ അസറ്റുകളൊക്കെ അയാളുടെ മക്കൾക്കും വൈഫിനോ ഹസ്ബൻഡിനോ ട്രാൻസ്ഫർ ആയി പോവുമല്ലോ. ആ സമയത്ത് IHT അറൈസ് ചെയ്യും. ചിലപ്പോ ലൈഫ് ടൈമിൽ നമ്മൾ പറഞ്ഞു 2 ട്രാൻസ്ഫേഴ്സ് CLT ഉണ്ട്, PET ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലൈഫ് ടൈമിൽ ഒരു CLT ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയും IHT അറൈസ് ചെയ്യും. ലൈഫ് ടൈമിൽ ഒരു PET ട്രാൻസാക്ഷൻ നടന്നു എന്ന് വിചാരിച്ചു. ഇമ്മീഡിയറ്റ്ലി IHT വരില്ല. പക്ഷേ അയാൾ ആ ട്രാൻസ്ഫർ ചെയ്ത് 7 കൊല്ലത്തിനുള്ളിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? IHT അറൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. ബേസിക്കലി 3 സിറ്റുവേഷൻസിലാണ് IHT അറൈസ് ചെയ്യുക. ഒന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ലൈഫ് ടൈമിൽ ഒരു CLT ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ ലൈഫ് ടൈമിൽ തന്നെ നമ്മളൊരു PET ചെയ്തിട്ട്, ആ PET ചെയ്യുമ്പോൾ ചാർജ് ഒന്നും വരൂല കേട്ടോ. PET ചെയ്ത് 7 കൊല്ലത്തിനുള്ളിൽ ആള് മരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അത് PETയോ CLTയോ ആയാലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ലൈഫ് ടൈമിൽ ഒരു ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് 7 കൊല്ലത്തിനുള്ളിൽ ആ ഇൻഡിവിജ്വൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് അറൈസ് ചെയ്യും? IHT അറൈസ് ചെയ്യും. ഓക്കെ, ഈ ലൈഫ് ടൈം ട്രാൻസ്ഫേഴ്സിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ഞാൻ എന്റെ സ്പൗസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പാർട്ട്ണറിനാണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആക്ച്വലി എന്ത് വരില്ല? IHTയും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, ലൈഫ് ടൈമിൽ IHT വരില്ല, ഡെത്തിന്റെ സമയത്ത് IHT വരില്ല. ഇനി ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗിഫ്റ്റ് ഔട്ട് ഓഫ് ഇൻകം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അതായത് സിമ്പിൾ ആണ്. എന്റെ ഗ്രാൻഡ് പാരന്റ്, ഓക്കെ, എന്റെ ഗ്രാൻഡ് പാരന്റിന്റെ ഇൻകത്തുനിന്ന് എനിക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എന്ത് ചെയ്യാണ്? ഒരു ഫിക്സഡ് എമൗണ്ട് തരുകയാണ് വിചാരിച്ചു. ഓക്കെ, ഗിഫ്റ്റ് ഔട്ട് ഓഫ് ഇൻകം, ഒരാളുടെ ഇൻകത്തുനിന്ന് ആൾ എന്ത് ചെയ്യാണ്? എല്ലാ പ്രാവശ്യവും റെഗുലർലി, അതാണ് ഇവിടെ പറയുന്നത്, റെഗുലർ ഗിവിംഗ് ആയിരിക്കണം. ഓക്കെ, റെഗുലർലി, ഒന്നില്ലെങ്കിൽ എല്ലാ മാസവും ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും ആയിരിക്കണം, അല്ലെങ്കിൽ എല്ലാ വർഷവും ആയിരിക്കണം. എല്ലാ മാസവും, ക്വാർട്ടറിലോ വർഷത്തിലോ, ഓക്കെ, ആ ഒരു റെഗുലർ പാറ്റേൺ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ഒരു റെഗുലർ പാറ്റേണിൽ ആളുടെ വരുമാനത്തിൽ നിന്ന്, ഗ്രാൻഡ് ഫാദറിന്റെ വരുമാനത്തിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാണ്? ഒരു ക്യാഷ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് തരികയാണ് എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? IHT കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പൊ ബേസിക്കലി ഒരാളുടെ ഇൻകത്തിൽ നിന്ന് ഒരു എന്താ പറയാ, റെഗുലർ നേച്ചറിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് കാരണം അയാളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒന്നും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് ആണ് മീറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് കാരണം എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ബാധിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗിഫ്റ്റുകളൊക്കെ എന്താണ്? ലൈഫ് ടൈമിൽ എക്സെപ്റ്റ് ആണ്. ഇതിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? IHT കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, യെസ്. ഇനി സ്മോൾ ഗിഫ്റ്റ് എക്സെപ്ഷൻ, അതായത് 250 പൗണ്ട്സിനേക്കാളും കുറഞ്ഞ വാല്യൂല് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതെന്താന്നാ പറയുന്നത്? IHTയിൽ എക്സെപ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി മാരേജിനെ റിലേറ്റ് ചെയ്തിട്ട് പാരന്റ് ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ അതും IHTയിൽ എന്താണ്? എക്സെപ്റ്റ് ആണ്, ടു 5000 വരെ. ഇനി വേറെ ഏതെങ്കിലും പാർട്ടീസ് ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2500 വരെ എക്സെപ്റ്റ് ആണ്. ഇനി വേറെ ആരെങ്കിലും ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 എന്താണ്? എക്സെപ്റ്റ് ആണ്. ഓക്കെ, ഇതിൽ ഈ ലിമിറ്റ് വരെയുള്ള എമൗണ്ട്സ് എക്സെപ്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്താണ്? ചാർജബിൾ ആണ്. നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ആനുവൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും ഒരു എക്സെപ്ഷൻ അവൈലബിൾ ആണ്. 3000 വരെ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ എക്സെപ്ഷൻ കിട്ടും. ഓക്കെ, ആൻഡ് കഴിഞ്ഞ വർഷത്തെ ആനുവൽ എക്സെപ്ഷൻ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷത്തേക്ക് ക്യാരി ഫോർവേഡും ചെയ്യാം. സോ ചാർജബിൾ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഗിഫ്റ്റിന്റെ വാല്യൂ മൈനസ് എന്തെങ്കിലും എക്സെപ്ഷൻസ് ആപ്ലിക്കേഷൻ മൈനസ് ചെയ്യുക. ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചാർജബിൾ എമൗണ്ട് കിട്ടും. ഓക്കെ, ആൻഡ് IHTയുടെ കാൽക്കുലേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈക്ക് നമുക്ക് ഈ വർഷം എത്ര NRB റിമൈനിങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മൈനസ് ചെയ്യുന്നു. അങ്ങനെ 25% IHT ട്രാൻസ്ഫറി ആണ് IHT കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ
ഓക്കെ, ഡോണിയാണ് IHT കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 20യും, ഡോണർ ആണ് IHT പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25 ആണ് IHT വരാം. ഓക്കെ, സോ പിന്നെ നമ്മുടെ ഈ വർഷത്തെ നിൽ റേറ്റ് ബാൻഡ് എന്ന് പറയുന്നത് 325,000 ആണ്. നമ്മൾ പ്രീവിയസ് 7 ഇയേഴ്സിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെയൊക്കെ ബേസിലാണ് എന്ത് ചെയ്യുക, ഈ വർഷത്തെ റിമൈനിങ് NRB കാൽക്കുലേറ്റ് ചെയ്യുക. യെസ്, ആൻഡ് ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ലൈഫ് ടൈമിൽ നമ്മളൊരു ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എങ്ങനെ IHT കാൽക്കുലേറ്റ് ചെയ്യാം, CLT ട്രാൻസ്ഫേഴ്സിന് എങ്ങനെ IHT കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞത് ഞാനൊരു ഗിഫ്റ്റ് ഓക്കെ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് 7 കൊല്ലത്തിനുള്ളിൽ ആള് മരിച്ചു കഴിഞ്ഞാൽ അഡീഷണൽ IHT വരും. ഓക്കെ, അപ്പൊ അഡീഷണൽ IHT എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ജസ്റ്റ് ആ ഇക്വേഷനിലേക്ക് ഒന്ന് പോവാം. യെസ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രോസ് CLT അല്ലെങ്കിൽ PETയുടെ എമൗണ്ട് എടുക്കും, റിമൈനിങ് NRB മൈനസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ 40%ാണ് എന്ത് കൊടുക്കേണ്ടി വരിക, IHT കൊടുക്കേണ്ടി വരിക. ആഫ്റ്റർ ഡെത്ത് IHTയുടെ റേറ്റ് എന്ന് പറയുന്നത് 40% ആണ്. ഇതൊന്ന് നമ്മൾ ടേപ്പർ റിലീഫ് കുറക്കണം. ടേപ്പർ റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് 3 to 7 ഇയേഴ്സിന്റെ ഉള്ളിലാണ് ആ ഒരാൾ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ ഡോണർ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിലീഫ് ആണ് എന്തെന്ന് പറയുന്നത്, ടേപ്പർ റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതും മരിക്കുന്ന ഡേറ്റും തമ്മിൽ ഓക്കെ അതിന്റെ ബേസിലാണ് നമ്മൾ ഈ ടേപ്പർ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രാൻസ്ഫറും ഡെത്തും തമ്മിൽ ഈ ഒരു ലൈക്ക് ഇയർ ഡിഫറൻസ് ആണ്, 3 to 4 ഇയേഴ്സിന്റെ ഡിഫറൻസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 20% ആണ് റിലീഫ് കിട്ടുക. 4 to 5 ആണെങ്കിൽ 40, 5 to 6 ആണെങ്കിൽ 60 ആൻഡ് 6 to 7 ആണെങ്കിൽ 80. ഓക്കെ, അതാണ് അവിടുത്തെ കണക്ക്. ആൻഡ് ഓക്കെ, മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ കുറച്ച് അസറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ അസറ്റ്സിന്റെ മുകളിലുള്ള IHT ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ കയ്യിൽ എത്ര ചാർജബിൾ എസ്റ്റേറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതായത് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ അസറ്റ്സ് മൈനസ് കുറച്ച് അലോബിൾ ആയിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജബിൾ എസ്റ്റേറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഫോർമാറ്റ് കൂടെ ഒന്ന് പോവാം. എന്റെ കയ്യിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഓക്കെ അതിന്റെ വാല്യൂ ആഡ് ചെയ്യാം. ആ പ്രോപ്പർട്ടീന്റെ മുകളിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ട്രേഡിംഗ് ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആഡ് ചെയ്യാം. സ്റ്റോക്കും ഷെയറും എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ആഡ് ചെയ്യാം. ലൈക്ക് ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ എന്തൊക്കെ അസറ്റ്സ് ഉണ്ടോ അതിന്റെയൊക്കെ വാല്യൂ ആഡ് ചെയ്യാം. എന്നിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ട് മൈനസ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ടാക്സ് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. ഫ്യൂണറൽ എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ മരിച്ചു കഴിഞ്ഞാൽ ആ ചടങ്ങിന് കുറച്ച് പൈസയും കാര്യങ്ങളും സ്പെൻഡ് ആവും, ആ ഫ്യൂണറൽ എക്സ്പെൻസ് ഒക്കെ വന്നത് എത്രയാന്ന് വെച്ചാൽ അതും മൈനസ് ചെയ്യാം. ഓക്കെ, ഇത്രയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എസ്റ്റേറ്റിന്റെ വാല്യൂ കിട്ടും. എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സിന്റെ പൂള്. ഓക്കെ, അതിന്റെ വാല്യൂ കിട്ടും. ഈ സ്പൗസിന് നമ്മൾ എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ മൈനസ് ചെയ്യണം എക്സംഷൻസ് എന്ന്. ഇതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ചാർജബിൾ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഡിഡക്റ്റബിളും നോൺ ഡിഡക്റ്റബിൾ ഐറ്റംസിന്റെ ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ചാർജബിൾ എസ്റ്റേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിമൈനിങ് NRB മൈനസ് ചെയ്യാം ആൻഡ് RNRB മൈനസ് ചെയ്യാം. ഈ RNRB എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു റെസിഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, റെസിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റെസിഡൻസ് ഞാൻ എന്റെ ഡയറക്റ്റ് ഡിസെൻഡൻസ് അതായത് എന്റെ മക്കൾക്കോ ഗ്രാൻഡ് ചിൽഡ്രനോ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അറൈസ് ചെയ്യുന്ന റിലീഫാണ് RNRB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം RNRB മൈനസ് ചെയ്യാം, NRB മൈനസ് ചെയ്യാം, റിമൈനിങ് എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ 40% ടാക്സ് കൊടുക്കുന്നു. ഓക്കെ, സോ RNRB എന്താന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ RNRBയും NRB ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതായത് ഹസ്ബൻഡിനും വൈഫിനും അങ്ങോട്ടും ഇങ്ങോട്ടും NRBയും RNRBയും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാം, അൺയൂസ്ഡ് ആയിട്ടുള്ള എമൗണ്ടുകൾ കേട്ടോ. പിന്നെ IHTയുടെ പേയ്മെന്റ് ഡേറ്റ്സ് ആണ് പറയുന്നത്. ട്രാൻസ്ഫർ നടന്നത് ഓക്കെ CLT ട്രാൻസ്ഫേഴ്സ്
6th ഏപ്രിലിനെയും 30th സെപ്റ്റംബറിനെയും ഇടയ്ക്കാണ് നടന്നത് എന്നുണ്ടെങ്കിൽ 30th ഏപ്രിലിനാണ് നിങ്ങൾ IHT പേ ചെയ്യേണ്ടി വരിക. 1st ഒക്ടോബറിനെയും 5th ഏപ്രിലിനെയും ഇടയ്ക്കാണ് CLT ട്രാൻസ്ഫേഴ്സ് നടന്നതെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് 6 മാസത്തിനുള്ളിലാണ് നമ്മൾ IHT പേ ചെയ്യേണ്ടത്. PETസും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പേ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ ചെയ്ത് 6 മന്ത്സിനുള്ളിൽ. പിന്നെ അഡീഷണൽ ടാക്സുകൾ ട്രാൻസ്ഫർ ചെയ്ത് 6 മന്ത്സിനുള്ളിൽ, മരിച്ചു കഴിഞ്ഞ് 6 മന്ത്സിന്റെ ഉള്ളിൽ, അഡീഷണൽ ടാക്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞ് 6 മാസത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ, യെസ്. സോ അതാണ് വിത്ത് റെസ്പെക്ട് ടു ഡേറ്റ്സ്. ആൻഡ് ആരൊക്കെ IHT പേ ചെയ്യണം, ഏതൊക്കെ IHT ആരൊക്കെ പേ ചെയ്യണം എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ചെക്ക് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ആൻഡ് ലൈഫ് ടൈം ടാക്സ് പ്ലാനിങ്, അതായത് എങ്ങനെയൊക്കെ IHT സേവ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് ബേസിക്കലി IHTനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഓക്കെ, IHTനെ റിലേറ്റ് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഞാനത് ഭയങ്കര ബ്രീഫായിട്ടാണ് പറഞ്ഞത്, ജസ്റ്റ് ബ്രീഫായിട്ട് ഒരു ഐഡിയ തന്നു എന്ന് മാത്രം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓരോന്നായിട്ട് പറഞ്ഞു നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഓക്കെ. അൺയൂസ്ഡ് RNRBയുടെ കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള RNRB എത്രയാണ്? അവൈലബിൾ ആയിട്ടുള്ള RNRB, ഒരാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള RNRB എത്രയാണ്? 175,000. 175,000. അതായത് ബേസിക്കലി ഓക്കെ, ഒരു പാർട്ട്ണറിന് 175,000 വരെ കിട്ടും, മറ്റേ പാർട്ട്ണറിനും എത്ര കിട്ടും? 175,000 കിട്ടും. ഓക്കെ, അപ്പം രണ്ടാമത്തെ പാർട്ട്ണർ മരിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് അസ്യൂം ചെയ്യാം ഈ പാർട്ട്ണർ മരിക്കുന്ന സമയത്ത് ആളൊരു 75,000 എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് 100,000 ആൾ എന്ത് ചെയ്തിട്ടില്ല? യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, റിമൈനിങ് 100,000 ആൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും RNRB എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അൺയൂസ്ഡ് RNRB എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള RNRB എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ പാർട്ട്ണറിന്റെ 175ഉം ഈ 100,000 ഡയറക്ട്ലി എടുക്കാൻ പറ്റില്ല. ഓക്കെ, പകരം നമ്മൾ എന്ത് ചെയ്യണം? അൺയൂസ്ഡ് NRBന്റെ പ്രപ്പോർഷൻ കണ്ടുപിടിക്കണം. ഈ സിറ്റുവേഷനിൽ നമുക്ക് 100,000 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി ചിലപ്പോ നമ്മുടെ ആദ്യത്തെ പാർട്ട്ണറിന്റെ RNRB എന്ന് പറയുന്നത്, RNRBയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 175 ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ അത് എന്തായിരിക്കാം? 170 ആയിരിക്കാം, 160 ആയിരിക്കാം. മീൻസ് ഓരോ ഇയറിന്റെ ഡിഫറൻസ് അനുസരിച്ച് RNRBയുടെ എമൗണ്ടിൽ എന്ത് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അൺയൂസ്ഡ് NRB എത്രയാണ് നോക്കുക. ഓക്കെ, ഈ സിറ്റുവേഷനിൽ അൺയൂസ്ഡ് NRB എത്രയാണ്? 100,000 ആണ്. So, unused NRB divided by available means total NRB. Okay, total NRB. ഈ total NRB എത്രയാണോ എന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്രപ്പോർഷൻ കിട്ടും. 100/175 എത്രയാണ് കിട്ടുന്നത്? 100/175 എത്രയാണ് കിട്ടുന്നത്? എത്ര പെർസെന്റേജ് ആത്ത? ഒരു മിനിറ്റ്. 57%. 57. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 57% ആണ് അൺയൂസ്ഡ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, മൊത്തം 1,70,75,000 അവൈലബിൾ NRB ഉണ്ട്. അതിൽ 75,000 ഓൾറെഡി യൂസ്ഡ് ആണ്. അപ്പൊ അൺയൂസ്ഡ് NRB എന്ന് പറയുന്നത് 100,000 ആണ്. നമുക്ക് ഈ 100,000 ഒരിക്കലും ഡയറക്ട്ലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പകരം ഈ 100,000 എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 100,000 ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ NRB 175 ചെയ്യുന്നു. 57 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ പുതിയ NRB, ഓക്കെ, പുതിയ പാർട്ട്ണറിന്റെ അല്ല, ലൈക്ക് സെക്കൻഡ് പാർട്ട്ണറിന്റെ NRB എത്രയാണെന്ന് നോക്കുക. 175 ഇൻറ്റു ഈ 57% ചെയ്യാം. 175 ഇൻറ്റു 57 ചെയ്യുമ്പം 100 തന്നെ ആയിരിക്കും വരണ്ടാവുക. ഓക്കെ, ഈ സിറ്റുവേഷനിൽ അത് അങ്ങനെയായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 100,000 തന്നെ
അൺയൂസ്ഡ് NRB കിട്ടും. അപ്പൊ ടോട്ടൽ അവൈലബിൾ NRB എന്ന് പറയുന്നത് ഈ 175 പ്ലസ് ഈ 100,000 ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും ഈ ഫസ്റ്റ് പാർട്ട്ണറിന്റെ RNRB എന്ന് പറയുന്നത് എത്രയായിരിക്കൂല, 175 തന്നെ ആയിരിക്കില്ല. ചിലപ്പോൾ ഇത് 160 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ഒക്കെ എടുത്ത് പെർസെൻറ്റേജ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം, അൺയൂസ്ഡ് RNRB കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി രണ്ട് പാർട്ട്നേഴ്സിന്റെയും RNRB 175 തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെറുതെ എന്ത് ചെയ്യാൻ പോണ്ട, അൺയൂസ്ഡ് പ്രപ്പോർഷൻ ഒന്നും എടുക്കാൻ പോവണ്ട. രണ്ട് പാർട്ട്നേഴ്സിന്റെയും RNRBയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം അൺയൂസ്ഡ് എടുത്താൽ മതി. ഐ മീൻ ആ പ്രപ്പോർഷൻ എടുത്താൽ മതി. ഗ്രോസ് ചാർജബിൾ എമൗണ്ട് എന്താണെന്നുള്ളത് അല്ലെ. യെസ്, ഗ്രോസ് ചാർജബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയുള്ളടാ. അതായത് നമുക്ക് ഇവിടെ ഒരു ചാർജബിൾ എമൗണ്ട് കിട്ടുന്നുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഈ ചാർജബിൾ എമൗണ്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുമല്ലോ. അതായത് ചാർജബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ മൈനസ് എക്സെംഷൻസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജബിൾ എമൗണ്ട് കിട്ടും. അപ്പോ ഈ ചാർജബിൾ എമൗണ്ടിന്റെ കൂടെ നമ്മൾ ടാക്സ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈമിൽ നമ്മൾ ചിലപ്പോൾ ടാക്സ് പേ ചെയ്യും. ടാക്സ് എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് പേ ചെയ്ത എമൗണ്ടും കൂടെ ട്രാൻസ്ഫറർ പേ ചെയ്ത ടാക്സിന്റെ എമൗണ്ടും കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ചാർജബിൾ എമൗണ്ട് എന്ന് വിളിക്കുക. ഇവിടെ കറക്റ്റ്ലി അത് ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ചാർജബിൾ എമൗണ്ട് പ്ലസ് IST പെയ്ഡ്. ട്രാൻസ്ഫറർ ആണ് IST പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഡോണർ ആണ് IST പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ചാർജബിൾ എമൗണ്ട് പ്ലസ് IST പെയ്ഡ്. ഇനി ട്രാൻസ്ഫറിയാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചാർജബിൾ എമൗണ്ടും ഗ്രോസ് ചാർജബിൾ എമൗണ്ടും സെയിം തന്നെയാണ്. അത്രയേ ഉള്ളൂ. NRB എടുക്കുന്നത് ചെറിയ നേരം ഡൗട്ട് വരുന്നു. NRBയിൽ എന്താ ഡൗട്ട്? ഇപ്പൊ നമ്മള് ലൈഫ് ടൈമിൽ അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഡെത്തിന് സമയത്ത് ഫുള്ളും എടുക്കൂലേ? അതായത് ഒന്നുമില്ല, ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോ ഡെത്തിന്റെ സമയത്ത് NRB കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഡെത്തിന്റെ ഡേറ്റ് എടുക്കുക. ഡെത്തിന്റെ ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 7 വർഷം നോക്കുക. ഡെത്തിന്റെ ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 7 വർഷം എന്തെങ്കിലും ട്രാൻസ്ഫേഴ്സ് ഉണ്ടോ നോക്കുക. CLT ആവാം, PET ആവാം. ഡെത്തിന്റെ ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 7 വർഷത്തിൽ എന്തെങ്കിലും ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് NRB നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ സംഭവം. ജസ്റ്റ് ഡെത്തിന്റെ ഡേറ്റ് എടുക്കുക, ബാക്കിലേക്ക് 7 ഇയേഴ്സ് എടുത്താൽ മതി. ട്രാൻസ്ഫർ ഡേറ്റ് എടുക്കുക, അതിന്റെ ബാക്കിലേക്ക് 7 ഇയേഴ്സ് എടുക്കുക. വേറൊന്നുമില്ല. ഗ്രൂപ്പ് രജിസ്ട്രേഷൻ, വാറ്റിൽ ഗ്രൂപ്പ് രജിസ്ട്രേഷൻ അല്ലെ. അതായത് ആ ഗ്രൂപ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അഡ്വാൻറ്റേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ നുള്ള ചാൻസ് ഉണ്ട്. ഗ്രൂപ്പ് രജിസ്ട്രേഷന്റെ ഗ്രൂപ്പായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണ്, ആ സാധനം ജസ്റ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ നോട്ട്സിലുള്ളത് അതേപോലെ പഠിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിൽ മീൻസ് നമ്മുടെ പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ ഏതൊക്കെയോ റിക്വയർമെന്റ്സിൽ ചോദിക്കുന്നുണ്ട് വാറ്റിന്റെ ഗ്രൂപ്പ് രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജസ് എന്താന്നുള്ളത്. അതിൽ ആൻസർ പഠിച്ചു വെച്ചാൽ മതി. ബേസിക്കലി ഇതാണ്. എല്ലാവരും ലൈക്ക് ഡിഫറെന്റ്ലി ഫയൽ ചെയ്യുന്നതിന് പകരം നമുക്കൊരു സിംഗിൾ വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യാം. ടൈം സേവ് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അഡ്വാൻറ്റേജസ് വരാം. ഫ്യൂവൽ എക്സ്പെൻസിൽ നമ്മൾ സ്കെയിൽ ചാർജ് കാണുന്നില്ലേ? ആ ഫ്യൂവൽ എക്സ്പെൻസിന് ഇൻപുട്ട് വാറ്റും സ്കെയിൽ ചാർജിൽ ഔട്ട്പുട്ട് വാറ്റും ഒന്നിച്ച് കാണും. ഒരു മിനിറ്റ്, എനിക്ക് ഒന്നും കൂടെ ഒന്ന് പറയോ? ഫ്യൂവൽ എക്സ്പെൻസിൽ ഇൻപുട്ട് വാറ്റ് കാണൂലേ, പ്രൈവറ്റ് യൂസ് ഉണ്ടെങ്കിലും? അപ്പോ ഫ്യൂവൽ സ്കെയിൽ റേറ്റിൽ ബേസിൽ ഔട്ട്പുട്ട് വാറ്റും ഇതും രണ്ടും ഒന്നിച്ച് വരുന്ന കേസ് ഉണ്ടാവും? ഇല്ല. പിന്നെ ഫ്യൂവൽ സ്കെയിൽ ചാർജ് എടുക്കുമ്പോ എപ്പോഴും ഗ്രോസ് എമൗണ്ട് എടുക്കണം കേട്ടോ, അതറിയില്ലേ? അതായത് ആ ഫ്യൂവൽ സ്കെയിൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നെറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക.
ഇപ്പൊ നെറ്റ് ആണ് ആ ആ തരുന്നതെന്നുണ്ടെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്തിട്ട് എടുക്കണം. ഫ്യൂൽ സ്കെയിൽ ചാർജ് എപ്പോഴും ഗ്രോസ് അപ്പ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ. അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ പറയും ഗ്രോസ് ആണോ നെറ്റ് ആണോ എന്ന് പറയും. നെറ്റ് ആണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഗ്രോസ് ചെയ്യുക. മിക്കവാറും ഗ്രോസ് ആയിരിക്കും തരുന്നുണ്ടാവുക. ഇനി ഇൻ കേസ് നെറ്റ് ആണെങ്കിൽ ഗ്രോസ് അപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഓക്കെ, അതില് വേറെ ഒന്നുമില്ല. പിന്നെ ഈ അക്കൗണ്ടിങ് സ്കീമിൽ അധികം തിയറി തന്നെ ആയിക്കൂടെ ചോദിക്കുക? ആ ഇത് നമ്മുടെ ഫ്ലാറ്റ് റേറ്റ് ഉണ്ടല്ലോ, ആ അത് ചിലപ്പോ ഒരു പ്രാക്ടിക്കൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി രണ്ടും തിയറി തന്നെയായിരിക്കും ചോദിക്കുക. ലിമിറ്റ്സ് ആ ഒക്കെ ആ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ജോയിൻ ചെയ്യാനും എക്സിറ്റ് ചെയ്യുന്ന ലിമിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ അതൊക്കെ ഓക്കെ. ഒന്ന് പ്രോപ്പർലി മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ വാറ്റ് ഇൻക്ലൂസീവില് ആ ഈ ഡൊണേഷൻ കാര്യങ്ങൾ വന്നാൽ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുക്കുക? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. NIC കാണാൻ വേണ്ടിയിട്ട് നമ്മള് അതായത് ക്ലാസ് 4 NIC കാണാൻ ട്രേഡിംഗ് പ്രോഫിറ്റിന്റെ മേലല്ലേ? അപ്പൊ അതില് ആ ഇവര് ഏഡ് ചെയ്തത് 5400 ഗ്രോസ് പേഴ്സണൽ പെൻഷൻ സ്കീം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഉം. നമ്മള് മൈൻഡ് ആക്കൂലോ? ഇല്ല ഇല്ല ഇല്ല, NIC-യിൽ നമ്മൾ പെൻഷൻസിന്റെ ഇംപ്ലിക്കേഷൻസേ എടുക്കൂല. ആ ഓക്കെ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ട്രേഡിംഗ് ലോസിലൊരു ഇതുണ്ട് നമ്മള് CGT-യില് പിന്നെ ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു കേസില് ഉം. നമുക്ക് ക്യാഷ് റിസീവ്ഡ് ആയിട്ട് ആ ഒരു കേസിൽ എങ്ങനെയാ ചെയ്യാ? ഷെയറും തരും ക്യാഷും അങ്ങനെ തന്നിട്ട് ആ ഇവര് ഓക്കെ, പ്രൊഡ്യൂസ് ആയിട്ട് അതായത് ക്യാഷ് ടേക്ക് ഓവർ ആൻഡ് റീഓർഗനൈസേഷന്റെ കേസിൽ നമുക്ക് കൺസിഡറേഷൻ ആയിട്ട് ഷെയറും ക്യാഷും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നല്ലേ ചോദിക്കുന്നത്? ആ ഓക്കെ, നമ്മൾ നോർമൽ ആയിട്ട് എന്ത് ചെയ്യുക, എത്ര ഷെയർ കിട്ടി എത്ര ക്യാഷ് കിട്ടി എന്ന് നോക്കുക. നോക്കി അതായത് അപ്പോർഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. സാധാ ഷെയർ കിട്ടുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ക്യാഷിനും എന്ത് ചെയ്യുക, കോസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോർഷൻ ചെയ്യുക. പക്ഷെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്യാഷ് ഇമ്മീഡിയറ്റ്ലി എന്താണ്, CGT-ക്ക് ചാർജബിൾ ആണ്. ഷെയർ ഒക്കെ നമുക്ക് കിട്ടി അത് പിന്നെ നമ്മൾ വിൽക്കുമ്പോഴല്ലേ അതിന് ചാർജ് വരുള്ളൂ. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ക്യാഷ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്യാഷ് കിട്ടി അന്ന് തന്നെ അത് എന്താണ്, CGT-ക്ക് ചാർജബിൾ ആണ്. അപ്പൊ ക്യാഷിന്റെ കോസ്റ്റ് അപ്പോർഷൻ ചെയ്യാം. ലൈക്ക് നമ്മൾ ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുമല്ലോ, ആ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക, എത്ര ക്യാഷ് ആയിട്ട് കിട്ടി എന്നുള്ളത് എടുക്കുക. ആ കിട്ടിയ ക്യാഷ് മൈനസ് ക്യാഷിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത കോസ്റ്റ്, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവിടെയുള്ള ഗെയിൻ കിട്ടും. ആ ഗെയിന്റെ മുകളിൽ CGT കൊടുത്താൽ മതി. ഇപ്പൊ ഫോർ ആ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ ക്യാഷ് ഒരു 5000 ആണെന്ന് വിചാരിച്ചു. ആ ക്യാഷിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് 2000 ആണെങ്കിൽ ആ റിമൈനിങ് 3000-ന് എന്ത് വരും, ഇമ്മീഡിയറ്റ്ലി ആ വർഷം തന്നെ എന്ത് വരും, ചാർജ് വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വർഷം തന്നെ എന്ത് വരും, ചാർജ് വരും. ആ ഷെയർ ഒക്കെ അപ്പൊ വിറ്റാലേ ചാർജ് വരും. ഷെയർസിന്റെ കോസ്റ്റ് ബേസ് കോസ്റ്റ് കാണാൻ യൂസ് ആക്കൂല? ബേസ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഷെയർസിന്റെ കോസ്റ്റ് എടുക്കൂലേന്നോ? ആ ലൈക്ക് നമ്മൾ ആ ടോട്ടൽ കോസ്റ്റിനെ ഈ ഷെയറിന്റെ അതിലേക്കും ക്യാഷിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എടുത്തോ, ഞാൻ അത് വെച്ചിട്ട് പറഞ്ഞുതരാം. ഗ്രേസ് എന്ന് പറയുന്ന കമ്പനിയിൽ പണ്ട് നമ്മൾ ഒരു 50,000 ഷെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ 50,000 ഷെയർസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 90,000 ആണ്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഗ്രേസ് ആൻഡ് കമ്പനീനെ ആര് ഏറ്റെടുക്കുകയാണ്, റൈലി PLC ടേക്ക് ഓവർ ചെയ്യാണ്. റൈലി PLC ഈ പറയുന്ന ഗ്രേസിനെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് അവർക്ക് രണ്ട് കൺസിഡറേഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന്, ഓരോ ഷെയറിനും 3 പൗണ്ട്സ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ ഗ്രേസൺ ലിമിറ്റഡിലെ ഒരു ഷെയറിന് റൈലി PLC-യിലെ 2 ഷെയറുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഷെയറിന്റെ വാല്യൂ 1.2 ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, എത്ര ലൈക്ക് ഷെയറിന്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാന്നുള്ളത് ചെയ്യും. 2 ഇൻറ്റു 1. ആദ്യം എത്ര ഷെയർ കിട്ടി എന്നുള്ളത് നോക്കും. 50,000 ഇൻറ്റു 2 100,000 ഷെയർസ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആൻഡ് ഈ ഓരോ ഷെയറിന്റെയും വാല്യൂ എന്ന് പറയുന്നത് 1.2 ആന്ന് പറയും. ഓക്കെ, സോ നമ്മൾ ആ ഷെയറിന്റെ എന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂ എത്രയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു 120,000 എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, 120,000 നമുക്ക് ഷെയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഐ മീൻ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്.
ക്യാഷ് ആയിട്ട് നമുക്ക് 3 കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് 150,000 നമുക്ക് ക്യാഷ് ആയിട്ടും കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഒരു മിനിറ്റ്, ഞാനിത് ഇവിടെ നോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ കൺസിഡറേഷൻ എന്തൊക്കെ കിട്ടി എന്നുള്ളത് ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാം. നമ്പർ ഇവിടെ നോട്ട് ചെയ്യാം. ആൻഡ് മാർക്കറ്റ് വാല്യൂ ഇവിടെയും കൂടെ കൊടുക്കാം. ഓക്കെ, യെസ്. സോ ഷെയറും കിട്ടുന്നുണ്ട്, ക്യാഷും കിട്ടുന്നുണ്ട്. ഷെയർസ് എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,000 ഇൻറ്റു 2. ഓക്കെ, ഓരോ ഷെയറിന് 2 എണ്ണം വീതമാണ് കിട്ടുന്നത്. ക്യാഷ് നമുക്ക് എത്ര കിട്ടി എന്നുള്ളത് ലൈക്ക് ക്യാഷിന്റെ നമ്പർ ആയിട്ടില്ല, സോ നമുക്ക് അതിന്റെ വാല്യൂസിലേക്ക് പോകാം. സോ 100,000 ഷെയർസ് കിട്ടി. ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1.2 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ക്യാഷ് എങ്ങനെയാ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,000 ഷെയറിന് ഒരു ഷെയറിന് 3 പൗണ്ട്സ് വെച്ചിട്ടാണ് കിട്ടിയത്. വിച്ച് മീൻസ് ടോട്ടൽ നമുക്ക് 150,000 ക്യാഷ് കിട്ടി. സോ ഈ ഒരു ടേക്ക് ഓവറിൽ നമുക്ക് കിട്ടിയ കൺസിഡറേഷൻസ് മീൻസ് ടോട്ടൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 270,000 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഈ 50,000 ഷെയർ നമ്മൾ ആദ്യം വാങ്ങിയത് 90,000-നല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ 90,000 എന്നുള്ള കോസ്റ്റ് ഈ ഷെയർസിനും ക്യാഷിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ 90,000 ഇൻറ്റു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറയുന്നത് 270 ആണ്. നമ്മള് IHT നമ്മൾ മൊത്തം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വാറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ഇതേപോലെ ക്യാഷിന്റെ കോസ്റ്റും കണ്ടുപിടിക്കാം. ഓക്കെ, ക്യാഷിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ക്യാഷിന്റെ ആയാലും ഷെയർസിന്റെ ആയാലും ഇത് നമ്മൾ പണ്ട് വാങ്ങിയ കോസ്റ്റ് എത്രയാണോ ഇൻറ്റു നമ്മളിപ്പോ ക്യാഷിന്റെ ആണ് കണ്ടുപിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷിന്റെ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അതിന്റെ കോസ്റ്റ് കിട്ടി. ഓക്കെ, ഇനി ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ചാർജബിൾ ആണല്ലോ. ഓക്കെ, ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ചാർജബിൾ ആയതുകൊണ്ട് നമ്മൾ ക്യാഷിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഓക്കെ, ചാർജബിൾ ഗെയിൻ കണ്ടുപിടിക്കും. സോ പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഈ 150,000 അതാണല്ലോ നമുക്ക് കിട്ടിയ ക്യാഷ്. ആ ക്യാഷിന് അലോക്കേറ്റ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50,000 ആണ്. സോ ഇവിടെ വരുന്ന ഗെയിൻ എത്രയായിരിക്കും? 100,000 ആയിരിക്കും. കിട്ടിയോളാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സാധനം അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാറ്റിന്റെ റിവിഷനിലേക്ക് പോവാം. ഭയങ്കര ഡീറ്റെയിൽഡ് അല്ല, ക്വിക്ക് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് എന്നിട്ട് അതിന്റെ ഡൗട്ട്സ് ചോദിച്ചു. ബിക്കോസ് വാറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ടോപ്പിക്സ് ഉണ്ട്, ലൈക്ക് അത്യാവശ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ലൈക്ക് ഈ സമയത്തിൽ അത് നിൽക്കില്ല. സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓവറോൾ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, എന്നിട്ട് അതിൽ സ്പെസിഫിക് ഏരിയാസിൽ ഡൗട്ട് ചോദിച്ചോ. സോ വാറ്റ് എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ ടാക്സിൽ പഠിച്ചു കഴിഞ്ഞത് ഡയറക്റ്റ് ടാക്സുകളാണ്. അതായത് ഇൻകം ടാക്സ് ആയിക്കോട്ടെ, കോർപ്പറേഷൻ ടാക്സ് ആയിക്കോട്ടെ, IHT ആയിക്കോട്ടെ, CGT ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സുകളാണ്. അതേസമയം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന വാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സേഷൻ ആണ്. ഓക്കെ, അതായത് ഒരാൾ ഒരു പെർട്ടിക്കുലർ കൺസ്യൂമർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നേരിട്ട് പോയിട്ട് ടാക്സ് അതോറിറ്റിക്ക് കൊടുക്കുന്നതിന് പകരം വേറൊരാൾക്ക് അവർ ആ ടാക്സ് കൊടുത്ത് ആ ഒരു പെർട്ടിക്കുലർ ട്രേഡറോ ബിസിനസ്സുകാരോ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് പേ ചെയ്യാം. ഓക്കെ, സോ ഇൻഡയറക്ട്ലി നമ്മൾ ടാക്സ് അതോറിറ്റിക്ക് പേ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടാക്സ് ആണ് എന്തെന്ന് പറയുന്നത്? വാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ള GST പോലെയുള്ള സാധനമാണ് ബേസിക്കലി ഇത് വാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻപുട്ട് വാറ്റും ഉണ്ട്, ഔട്ട്പുട്ട് വാറ്റും ഉണ്ട്. ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന വാറ്റിനെ നമ്മൾ ഇൻപുട്ട് വാറ്റ് എന്ന് പറയും. അതേസമയം നമ്മൾ എന്താണ് പറയാ, നമ്മളൊരു സാധനം
സെൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്ന വാറ്റിന് ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയും. ഈ ഇൻപുട്ട് വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാം, ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടതാണ്. ഓക്കെ. ഇനി വാറ്റിന്റെ റിട്ടേൺസ് നമ്മൾ പൊതുവെ ക്വാർട്ടേർലി ആണ് ഫയൽ ചെയ്യാറ്. വേണമെങ്കിൽ ഇയർലി ചെയ്യാൻ പ്രശ്നമില്ല, പക്ഷെ പൊതുവെ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്, ക്വാർട്ടേർലി ആണ് വാറ്റ് ഫയൽ ചെയ്യാറ്. ഇനി ഇൻപുട്ട് വാറ്റിന്റെയും ഔട്ട്പുട്ട് വാറ്റിന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ പൊതുവെ ഫയൽ ചെയ്യാറ്. ഓക്കെ. ഇനി 3 ടൈപ്സ് ഓഫ് സപ്ലൈസ് ഉണ്ട്. ടാക്സബിൾ ഉണ്ട്, എക്സെംപ്റ്റ് ഉണ്ട്, സപ്ലൈസ് ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് വാറ്റ് ഉണ്ട്. ഓക്കെ. ഇതിൽ ടാക്സബിൾ ആണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നുണ്ടാവുക, കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവും. എക്സെംപ്റ്റ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അവര് തന്നെ പറയുന്നുണ്ട് ടാക്സബിൾ അല്ലാത്ത എല്ലാം എന്താണ്, എക്സെംപ്റ്റിലേക്കാണ് പോകുന്നത്. എക്സെംപ്റ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിനൊന്നും എന്ത് വരില്ല, വാറ്റിന്റെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇല്ല. ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് വാറ്റും ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ഈ വേജസ് ആൻഡ് ഡിവിഡൻസ് എന്നൊക്കെ പറയുന്നത് എംപ്ലോയ്മെന്റ് ഇൻകം അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്നുള്ള കാറ്റഗറിയിലേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ. അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ISTയും CGT ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളൊന്നും വാറ്റിന്റെ സ്കോപ്പിലേ വരില്ല. ലൈക്ക് വാറ്റിന്റെ ഒരു രീതിക്കും വാറ്റിന്റെ അണ്ടറിൽ വരാത്ത ഏരിയാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ടാക്സബിൾ സപ്ലൈസിൽ തന്നെ നമുക്ക് 3 കാറ്റഗറീസ് ഉണ്ട്. സീറോ റേറ്റഡ് ഉണ്ട്, റെഡ്യൂസ്ഡ് റേറ്റ് ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ് ഉണ്ട്. ഓക്കെ. സീറോ റേറ്റഡ് സപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാറ്റ് ചാർജ് 0% ആയിരിക്കും. റെഡ്യൂസ്ഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ വാറ്റ് ചാർജ് 5 ആയിരിക്കും. സ്റ്റാൻഡേർഡ് റേറ്റഡ് എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും. ഇതിൽ നമുക്ക് ഈ റെഡ്യൂസ്ഡ് റേറ്റ് എന്ത് ചെയ്യാനില്ല, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സീറോ റേറ്റും അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസിലാണ്. ഓക്കെ. ഇനി ടാക്സബിൾ സപ്ലൈസിന്റെ മുകളിൽ, ഓക്കെ, ടാക്സബിൾ സപ്ലൈസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന മൊത്തം ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് അല്ല, ഇൻപുട്ട് വാറ്റ്. ഓക്കെ. നമ്മുടെ ടാക്സബിൾ സപ്ലൈസിന്റെ മുകളിൽ വരുന്ന മൊത്തം ഇൻപുട്ട് വാറ്റും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സീറോ റേറ്റഡ് സപ്ലൈസിന്റെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ബുക്സ്, മെഡിസിൻസ്, പിന്നെ കുട്ടികളുടെ ക്ലോത്തിങ്, ഫുഡ് വെയർ, ഇതൊക്കെ എന്താണ്, സീറോ റേറ്റഡ് സപ്ലൈസിൽ വരുന്ന സാധനങ്ങളാണ്. ഇനി കമ്പൽസറി ആയിട്ട് നമ്മൾ എപ്പോഴാണ് വാറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിന് 2 ടെസ്റ്റുകൾ നമുക്കുണ്ട്. ഹിസ്റ്റോറിക് ടെസ്റ്റും ഉണ്ട്, പിന്നെ എന്താണുള്ളത്, ഫ്യൂച്ചർ പ്രോസ്പെക്ട് ടെസ്റ്റും ഉണ്ട്. ഹിസ്റ്റോറിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് 12 മന്ത്സിലെ ടാക്സബിൾ സപ്ലൈസിന്റെ വാല്യൂ. ഓക്കെ. പ്രീവിയസ് 12 മന്ത്സിലെ ടാക്സബിൾ സപ്ലൈസിന്റെ വാല്യൂ 90,000ന്റെ മുകളിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഇനി ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മുടെ ടാക്സബിൾ സപ്ലൈസ് അടുത്ത 30 ദിവസത്തെ ടാക്സബിൾ സപ്ലൈസിന്റെ വാല്യൂ 90,000ന്റെ മുകളിൽ പോകുന്ന നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ അവിടെയും നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം. ഈ ഒരു സാധനത്തിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. വാറ്റ് രജിസ്ട്രേഷനെ റിലേറ്റ് ചെയ്തിട്ട്. ഇനി ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, HMRCനെ ഇൻഫോം ചെയ്യണം. HMRCനെ ഇൻഫോം ചെയ്യുന്ന സമയത്ത് അവർ നമുക്കൊരു രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആക്റ്റീവ് ആക്കി തന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സും IDസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ. സോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വോളണ്ടറിലി, ഓക്കെ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ത്രഷോൾഡ്സും ലിമിറ്റ്സും ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് വാറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് വോളണ്ടറിലി പോയിട്ട് ടാക്സ് അതോറിറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാറ്റിൽ രജിസ്റ്റർ ചെയ്താലുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇപ്പം നമ്മൾ ശരിക്കും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് എന്ത് വരും, പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ വോളണ്ടറി രജിസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ യൂഷ്വലി അത്യാവശ്യം ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകളൊക്കെയാണ് എന്ത് ചെയ്യുക, വാറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ നമ്മൾ വോളണ്ടറിലി വാറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ വരും, ഓ ഇവർക്ക് അത്യാവശ്യം ലാഭമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണല്ലോ വാറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞത്.
എന്നുള്ള ഒരു പെർട്ടിക്കുലർ സാധനം വരും. അതായത് ബിസിനസിന്റെ സ്മോൾ സൈസ് നമുക്ക് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് എന്തോ സംഭവമാണ് എന്നുള്ള രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് വാറ്റ് റിക്കവർ ചെയ്ത്, അതായത് വാറ്റിന് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ഇൻപുട്ട് വാറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇൻപുട്ട് വാറ്റ്സ് റീഫണ്ട് ക്ലെയിം ചെയ്യാം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റുകൾ വരും. പിന്നെ നമ്മൾ വാറ്റ് ചാർജ് ചെയ്യേണ്ടി വരും. വാറ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കൂടുതൽ പൈസ വാങ്ങേണ്ടി വരും. ഇപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനും അത് അക്സെപ്റ്റബിൾ ആവണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, യെസ്. ഇനി ഡീ രജിസ്ട്രേഷൻ, കമ്പൽസറി ആയിട്ട് നമ്മൾ ഡീ രജിസ്റ്റർ ചെയ്യേണ്ട കേസസ് ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ ഡീ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ HMRCനെ ഇൻഫോം ചെയ്യണം. ഓക്കെ, ഞങ്ങൾ എന്ത് ചെയ്യാണ്, വാറ്റിന്ന് ഡീ രജിസ്റ്റർ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ HMRCനെ ഇൻഫോം ചെയ്യണം. ഇനി വോളണ്ടറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അതായത് എനിക്ക് തോന്നുകയാണ് അടുത്ത 12 മാസത്തേക്ക് എന്റെ ടാക്സബിൾ സപ്ലൈസ് 88,000 മുകളിൽ പോവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ വോളണ്ടറി ആയിട്ട് ഡീ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡീ രജിസ്റ്റർ വോളണ്ടറി ആയാലും മാൻഡേറ്ററി ആയാലും നമ്മൾ ആരെ അറിയിക്കണം, ടാക്സ് അതോറിറ്റീനെ അറിയിക്കണം. ഓക്കെ, യെസ്. ഇനി ഒരു ബിസിനസ്, ഓക്കെ, എന്റെ കയ്യിലുള്ള ബിസിനസ് അല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മൊത്തമായിട്ട് ഞാൻ സെല് ചെയ്യാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാണെന്ന് വിചാരിച്ചു പുതിയൊരാൾക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഡീ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഞാനൊരു ബിസിനസ് സെല് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെ കമ്പൽസറി ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഡീ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, യെസ്. ഇനി ഗ്രൂപ്പ് വാറ്റ് രജിസ്ട്രേഷൻ, അതായത് ഇപ്പോ ഒരു പാരന്റിന് സബ്സിഡറീസ് ഉണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെ സബ്സിഡറീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് 50% മുകളിൽ ഇവർക്ക് വേറെ ഏതെങ്കിലും കമ്പനീസിൽ ഓണർഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഓക്കെ, ഈ വാറ്റ് ഗ്രൂപ്പ് എന്തിനാ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തരും ഇങ്ങനെ വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് പകരം ഈ മൊത്തം ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. അതായത് ഓരോ കമ്പനി ഇരുന്ന് ഇങ്ങനെ വാറ്റ് റിട്ടേൺസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ എല്ലാ കമ്പനിക്കും വേണ്ടിയിട്ട് ഒരു കമ്പനി എന്ത് ചെയ്യും, വാറ്റ് റിട്ടേൺസ് ഡ്രാഫ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരു കമ്പനി വാറ്റ് റിട്ടേൺസ് ഡ്രാഫ്റ്റ് ചെയ്ത് തരുന്നേ ഉള്ളൂ. പേയ്മെന്റ് ഒക്കെ എല്ലാവരും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിന്റെ ലയബിലിറ്റി ഒക്കെ സെപ്പറേറ്റ് ബെയർ ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്, ഐ മീൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്, ആ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ വാറ്റ് റിട്ടേൺസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിലെ ഒരു കമ്പനി ആയിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് ബാക്കിയുള്ളവർക്ക് എന്താണ്, ടൈം സേവ് ചെയ്യാൻ പറ്റും. അതിന്റെ പുറകെ ഇങ്ങനെ പോയി നടക്കേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഗ്രൂപ്പ് വാറ്റ് രജിസ്ട്രേഷന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇവിടെ പറയുന്നുണ്ട്, ഓക്കെ, പിന്നെ വാറ്റ് ഗ്രൂപ്പിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻട്രാ ഗ്രൂപ്പ് സപ്ലൈസ്. ഓക്കെ, അതായത് ഗ്രൂപ്പിലുള്ള ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, വാറ്റിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യുന്ന കുറച്ച് കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഈ 4 പോയിന്റ്സ് ഞാനൊരു ലൈക്ക് ടേബിൾ പോലെ ഇവിടെ സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പുതിയൊരു കാർ പർച്ചേസിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ബിസിനസ്സിന് നമുക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് വിഡ്രോ ചെയ്യാം. ഓക്കെ, പേഴ്സണലി ഗുഡ്സ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഞാനൊരു കാറ് ലീസ് ചെയ്തു. ആ കാർ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ലീസ് കോസ്റ്റിന്റെ, ഐ മീൻ ആ ലീസിൽ വന്ന ഇൻപുട്ട് വാറ്റിന്റെ 50% എനിക്ക് റിക്കവർ ചെയ്യാം, 50% റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു കാർ ലീസ് ചെയ്തിട്ടുണ്ട്, ആ ലീസ് ചെയ്ത കാർ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു ലീസിന്റെ മുകളിൽ വന്നിട്ടുള്ള ഇൻപുട്ട് വാറ്റിന്റെ 50% റിക്കവർ ചെയ്യാം, 50% എന്ത് ചെയ്യാൻ പറ്റൂല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇനി ക്ലയന്റ് എന്റർടൈൻമെന്റിന്റെ മുകളിൽ ക്ലയൻസിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വാറ്റ് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അവിടെ വാറ്റ് വരുന്ന സമയത്ത് ആ വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. സ്റ്റാഫ് എന്റർടൈൻമെന്റ്സിന് വരുന്ന വാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്, പ്രോപ്പർലി പഠിക്കുക കേട്ടോ.
MCQs ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഏതൊക്കെ സിറ്റുവേഷനിൽ വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ വാറ്റ് റിക്കവർ ചെയ്യാൻ പറ്റില്ല, അതാണ് ബേസിക്കലി ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇതിലെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, ഈ ക്ലയന്റും സ്റ്റാഫും മാറിപ്പോയത് ക്ലയന്റ് എന്റർടൈൻമെന്റിന്റെ വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല, സ്റ്റാഫ് എന്റർടൈൻമെന്റ്സിന് വന്ന വാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. ഓക്കെ, ഇനി പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ ഞാൻ വാറ്റ് പേ ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ടാക്സ് അതോറിറ്റി പറയാണ് നിങ്ങൾക്ക് പ്രീ രജിസ്ട്രേഷൻ, ഓക്കെ, രജിസ്ട്രേഷന് മുന്നേ ഉള്ള ഇൻപുട്ട് വാറ്റ് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ടൈം ലിമിറ്റ് ഉണ്ട്. ഗുഡ്സിന്റെ മുകളിലുള്ള ഇൻപുട്ട് വാറ്റ് ആണ് നമ്മൾ റിക്കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് 4 വർഷം മുന്നേ വരെയുള്ള ഇൻപുട്ട് വാറ്റേ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതേസമയം നമ്മൾ സർവീസസ് ആണ്, ഓക്കെ, സർവീസസ് ആണ് നമ്മൾ യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 6 മാസം മുന്നേ വരെയുള്ള സർവീസസിന്റെ ഇൻപുട്ട് വാറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, സോ ഇതും എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ടോപ്പിക് ആണ്. ഓക്കെ, പ്രീ രജിസ്ട്രേഷൻ ഇൻപുട്ട് വാറ്റ് നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പെർട്ടിക്കുലർ സാധനം. ഗുഡ്സ് ആണെങ്കിൽ 4 വർഷം മുന്നേ വരെയുള്ള ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം, സർവീസസ് ആണെങ്കിൽ 6 മാസത്തിനുള്ളിലുള്ള ഇൻപുട്ട് വാറ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അത് ഗുഡ്സ് ആണെങ്കിൽ 4 ഇയേഴ്സ്, സർവീസ് ആണെങ്കിൽ 6 months. ഓക്കെ, സോ ടാക്സ് പോയിന്റ്. ഓക്കെ, ടാക്സ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഈ വാറ്റ് ഇൻകർ ആയത് എന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് ടാക്സ് പോയിന്റ്. ഓക്കെ, ഇത് ഞാൻ വല്ലാണ്ട് എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നില്ല, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബേസിക് ടാക്സ് പോയിന്റ്, ആക്ച്വൽ ടാക്സ് പോയിന്റ്, നമ്മൾ ആ ഡേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പരിപാടിയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഔട്ട്പുട്ട് വാറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വാറ്റ്, ഈ സാധനങ്ങളൊക്കെ ഞാൻ സമ്മറൈസ് ചെയ്ത ഒരു ടേബിൾ ആണിത്. സോ നമുക്ക് ഈ ടേബിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ യെസ്, ഔട്ട്പുട്ട്. അപ്പോ നമ്മള് ഗുഡ്സ് ഫോർ ഓൺ യൂസ്, ബിസിനസ്സിന് കുറച്ച് ഗുഡ്സ് വിഡ്രോ ചെയ്യാണ് എന്ന് വിചാരിക്കാം. ബിസിനസ്സിന് എന്ത് ആവശ്യങ്ങൾക്ക് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അത് നമ്മളൊരു സെയിൽസ് പോലെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡ്രോയിങ്സ് പോലെയല്ല, സെയിൽസ് പോലെ ഈ ഒരു സാധനത്തിന് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഈ ഗുഡ്സ് വിഡ്രോന് നമ്മൾ എന്ത് കൊടുക്കണം, ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണം. ഓക്കെ, ഈവൻ ദോ അത് എന്റെ ആവശ്യത്തിനാണ് ഞാൻ വിഡ്രോ ചെയ്തതെങ്കിൽ പോലും ആ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്ത സാധനത്തിന്റെ മുകളിൽ ഞാൻ ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണം. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ വന്ന ഇൻപുട്ട് വാറ്റ് എനിക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. ഓക്കെ, പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കാം. ഈ പോയിന്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ഇനി ഗിഫ്റ്റിന്റെ കേസിലാണ് പറയുന്നത്. ഒരാൾക്ക് നമുക്ക് 50 pounds വരെയുള്ള ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, 50 pounds വരെയുള്ള ഗിഫ്റ്റിന് നമുക്ക് എന്ത് പ്രശ്നമില്ല, വാറ്റിന്റെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. ബിസിനസ് സാമ്പിൾസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് ചാർജ് ചെയ്യില്ല. അതായത് നമ്മൾ ഈ സാമ്പിൾസ് ഒക്കെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ സാമ്പിൾസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, സാമ്പിൾസ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചാർജ് ചെയ്യില്ല, ഔട്ട്പുട്ട് വാറ്റ് ചാർജ് ചെയ്യില്ല. ഓക്കെ, സർവീസസ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും എന്തില്ല, ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ ചാർജ് ചെയ്യില്ല. ഓക്കെ, ഈ ബിസിനസ് സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്, അതിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി ഇതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കാറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് വാറ്റ് ആണ്, നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയ പ്രോപ്പർലി എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പോ ഓക്കെ, സോ ഒരു കാറിന്റെ റണ്ണിങ് കോസ്റ്റിന്റെ മുകളിൽ വന്നിട്ടുള്ള ഇൻപുട്ട് വാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിക്കവർ ചെയ്യാം. കാറിന്റെ റണ്ണിങ് കോസ്റ്റിന്റെ മുകളിൽ ഇൻകർ ആയിട്ടുള്ള ഇൻപുട്ട് വാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാം, നോ ഇഷ്യൂസ്. ഇൻഷുറൻസിനും റോഡ് ഫണ്ട് ലൈസൻസിനും പൊതുവെ വാറ്റ് ചാർജസും കാര്യങ്ങളൊന്നും വരാറില്ല. ഓക്കെ, ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അതായത് ഒരു എംപ്ലോയി കാർ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു.
ഓക്കെ, ഫ്യൂവലും കമ്പനിയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് വരും? വാറ്റിന്റെ ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇനി എന്താണ് ഇംപ്ലിക്കേഷൻ എന്നുള്ളത് പറഞ്ഞുതരാം. ഈ ഒരു ലൈന് ഈ താഴത്തെ രണ്ട് പോയിന്റ്സിന്റെ ഒരു ഹെഡിങ് ലൈൻ ആയിട്ട് എടുത്താൽ മതി. അതായത് എന്റെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ ബിസിനസ് ആണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വാറ്റ് ഇംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, ആ പേ ചെയ്ത ഫ്യൂവലിന്റെ മുകളിലുള്ള ഇൻപുട്ട് വാറ്റ് റിക്കവർ ചെയ്യാം. ഔട്ട്പുട്ട് വാറ്റിന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോ ഞാനൊരു 10,000 മൈൽസ് റൺ ചെയ്തു. 10,000 മൈൽസിന് എനിക്ക് 1,000 പൗണ്ട്സ് ഫ്യൂവൽ എക്സ്പെൻസ് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ടാക്സ് കമ്പനീനോട് പറയാണ്, ഞാൻ കാറ് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കോസ്റ്റ് ഞാൻ എന്തേക്കാം? തന്നേക്കാം. ഓക്കെ, കാറല്ല, ഫ്യൂവലിന്റെ കോസ്റ്റ് ഞാൻ തന്നേക്കാം. അങ്ങനെ എംപ്ലോയി ഉപയോഗിച്ച മൊത്തം ഫ്യൂവലും അയാൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഫ്യൂവലിന്റെ കോസ്റ്റും കമ്പനിക്ക് തിരിച്ച് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്യൂവലിന് ഓക്കെ ആ റീഇംബേഴ്സ് ചെയ്ത് കൊടുത്ത എമൗണ്ടിന്റെ മുകളിൽ ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യണം. ഇനി എംപ്ലോയി മൊത്തം റീഇംബേഴ്സ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് റീഇംബേഴ്സ് ചെയ്തേന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ സ്കെയിൽ ചാർജിന്റെ മുകളിൽ കമ്പനി എന്ത് ചെയ്യണം? ഔട്ട്പുട്ട് വാറ്റ് പേ ചെയ്യേണ്ടി വരും. മൊത്തം റീഇംബേഴ്സ് ചെയ്ത് കൊടുത്താൽ ആ മൊത്തം റീഇംബേഴ്സ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ ഔട്ട്പുട്ട് വാറ്റ് കൊടുക്കണം. മൊത്തം റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചേ റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഫ്യൂവൽ സ്കെയിൽ ചാർജിന്റെ മുകളിലായിരിക്കും ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ കാണുന്നുണ്ടാവും. ഓക്കെ, ഫ്യൂവൽ സ്കെയിൽ ചാർജ് എന്താണ്? ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തരും. എപ്പോഴും ഗ്രോസ് ആയിരിക്കും എടുക്കേണ്ടി വരും. ഫ്യൂവൽ സ്കെയിൽ ചാർജ് എപ്പോഴും എന്തെടുക്കുക? ഗ്രോസ് എമൗണ്ട് എടുക്കുക. ഓക്കെ, അത്രയാണ് അതിൽ വരുന്നത്. ഈ കാർ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഈ ഒരു ടേബിളിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, ഇമ്പയർമെന്റ് ലോസ്, അതായത് ഡെപ്റ്റ് ഇമ്പയർഡ് ആയി കഴിഞ്ഞാൽ, ഡെപ്റ്റ് ഇമ്പയർഡ് ആയി 6 മാസമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഇൻപുട്ട് വാറ്റ് ലൈക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് ബേസിക്കലി പറയുന്നത്. ഓവർസീസ് ആസ്പെക്ട്സ് ജസ്റ്റ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് മൂവ് ചെയ്യാം. പിന്നെ വരുന്നത് വാറ്റിന്റെ ഡേറ്റ്സ് ആണ്. ഓക്കെ, എന്ന് ഫയൽ ചെയ്യണം, എപ്പോൾ ഫയൽ ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. വാറ്റ് ഇൻവോയ്സ് എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ അത് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഞാൻ ഈ ഒരു 3 പോയിന്റ്സ് 3 സ്കീംസിലേക്ക് ഒന്ന് വരാം. ഓക്കെ, ഒരു മിനിറ്റ്. 3 സ്കീംസ് ഉണ്ട്. ആനുവൽ അക്കൗണ്ടിങ് സ്കീം, പിന്നെ അതേപോലെ ക്യാഷ് അക്കൗണ്ടിങ് സ്കീം, അതേപോലെ ഫ്ലാറ്റ് റേറ്റ് സ്കീം. ഓക്കെ, ഈ 3 സ്കീംസിന്റെയും ജോയിൻ ചെയ്യാനുള്ള കണ്ടീഷൻസ്, എക്സിറ്റ് കണ്ടീഷൻസ് എന്ത് ചെയ്യുക? പ്രോപ്പർലി പഠിച്ചു വെക്കുക. ഓക്കെ, മോർ ദാൻ കാൽക്കുലേഷൻ ഇതൊന്ന് തിയറി ചോദിക്കാനാണ് ചാൻസ്. സോ ആനുവൽ അക്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ യൂഷ്വലി ഞാൻ പറഞ്ഞു ക്വാർട്ടേർലി ആണ് എന്ത് ചെയ്യുക? വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യും. ക്വാർട്ടേർലി വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന് പകരം ഒരൊറ്റ സിംഗിൾ വാറ്റ് റിട്ടേൺ ഒരു വർഷത്തേക്ക് ഫയൽ ചെയ്യുന്ന സ്കീമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആനുവൽ അക്കൗണ്ടിങ് സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ വാറ്റ് റിട്ടേൺസ് ഒരു വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യം ഫയൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സാധാ പോലെ തന്നെ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേയ്മെന്റ് ചെയ്യുന്നതിൽ ലൈക്ക് എന്താണ് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ വാറ്റ് റിട്ടേൺസ് നമ്മൾ ഓരോ ക്വാർട്ടറിലും 4 പ്രാവശ്യം ഫയൽ ചെയ്യില്ല, പകരം ഒരൊറ്റ പ്രാവശ്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? വാറ്റ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നുണ്ടാവും. അതാണ് ആനുവൽ അക്കൗണ്ടിങ് സ്കീം എന്ന് പറയുന്നത്. ക്യാഷ് അക്കൗണ്ടിങ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാഷ് ബേസിസിന്റെ മുകളിലായിരിക്കും. ഓക്കെ, ക്യാഷ് ബേസിസിന്റെ മുകളിലായിരിക്കും നമ്മൾ വാറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവുക? അക്കൗണ്ട് ചെയ്യുന്നുണ്ടാവും. അതായത് ക്യാഷ് ആയിട്ട് നമ്മൾ പേ ചെയ്ത ഐറ്റത്തിനും ക്യാഷ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്ത സാധനങ്ങൾക്കും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസിലേക്ക് ഒന്ന് നോക്കുക. ആൻഡ് ഫ്ലാറ്റ് റേറ്റ് സ്കീം ആണ് ഇതിൽ കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. ഫ്ലാറ്റ് റേറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂഷ്വലി വാറ്റ് പേബിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ഇൻപുട്ട് വാറ്റ്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സെയിൽസ് ഇൻറ്റു അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻറ്റു ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അതായത് ഇൻപുട്ട് വാറ്റ് മൈനസ് ഔട്ട്പുട്ട് വാറ്റ് എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ടേൺ ഓവർ ഇൻറ്റു ഒരു പെർസെൻറ്റേജ് ആണ് നമ്മൾ ചെയ്യുക. ആ പെർസെൻറ്റേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാറ്റ് കിട്ടും, വാറ്റ് പേയബിൾ കിട്ടും. ഇനി ഈ പെർസെൻറ്റേജ് നിങ്ങൾക്ക് എക്സാമിന് തരും.
ഓക്കെ, നിങ്ങളത് കണ്ടുപിടിക്കേണ്ടതോ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലാറ്റ് റേറ്റ് സ്കീമിന്റെ പെർസെൻറ്റേജ് എക്സാമിന് തരും. സോ യെസ്, അതൊക്കെയാണ് നമ്മുടെ വാറ്റിൽ വരുന്നത്. ഡേറ്റ്സിൽ എവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ യെസ്, ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറഞ്ഞോളാം. ഇതിന്റെ കാൽക്കുലേഷനിലാണോ? നോക്കട്ടെ. Sam has a salary of 4,000 and has an interest income of 145,000. Okay, calculate the income tax liability for 2025. ഇതിൽ എന്താണ് ഡൗട്ട്? ഡൗട്ട് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നിൽ റേറ്റ് ബാൻഡ്സ് എടുക്കുന്നതിലാണോ ഡൗട്ട്? അതാണോ ഡൗട്ട്? നിൽ റേറ്റ് ബാൻഡ് എടുക്കുന്നതിലാണോ ഡൗട്ട്? മീൻസ് ആ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ സേവിങ്സ് ഇൻകത്തിന്റെ നിൽ റേറ്റ് ബാൻഡ് എടുക്കുന്നതിലായിരിക്കുമല്ലോ ഡൗട്ട് ഉണ്ടാവുക. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇൻകം ടാക്സ് ലയബിലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുന്നു, കമ്പ്യൂട്ടേഷൻ ഇൻകം ടാക്സ് computation of income tax liability എന്ന് ഹെഡിങ് കൊടുക്കുന്നു. നോൺ സേവിങ്സ് ഇൻകം ഉണ്ട്, സേവിങ്സ് ഇൻകം ഉണ്ട്. ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി ഇടാം നമുക്ക്. നോൺ സേവിങ്സ് ഇൻകം എന്താണ്? സാലറി. ഓക്കെ, സോ സാലറി 4,000. പിന്നെന്താണ്? ഇൻട്രസ്റ്റ് എത്രയാണ്? 145,000. ഓക്കെ, യെസ്. ടോട്ടൽ ഓർ നെറ്റ് ഇൻകം ഡിഡക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, പി എ നമ്മൾ കുറയ്ക്കുന്നു. പി എ ഇവിടെ 4,000 കുറയും. റിമൈനിങ് പി എ ഇവിടെ നിന്ന് കുറയും. 12,570 എന്ന് 4,000, യെസ്, 8,570 അവിടെ നിന്ന് കുറയുന്നു. ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് 0. ഇവിടെ അല്ല അല്ല അല്ല, ഒരു മിനിറ്റ്. ഇവിടെ 145ഉം 4ഉം 149 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പി എ എന്തുണ്ടാവില്ല, അവൈലബിൾ ആയിരിക്കില്ല. 125 140ന്റെ മുകളിലല്ലേ. സോ ഇവിടെ പി എ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവില്ല, സോറി കേട്ടോ, പി എ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ഏതൊരു ടാക്സ് പെയർ ആണ്, നമ്മളൊരു അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആണ്. ഇനി നമുക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. ഓക്കെ, നോൺ സേവിങ്സ് ഇൻകത്തിന് 4,000 into 20%. ഇനിയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ നോൺ സേവിങ്സ് ഇൻകം പറയുന്നത് ശ്രദ്ധിക്കണേ. നോൺ സേവിങ്സ് ഇൻകം 5,000 കുറവാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നോൺ സേവിങ്സ് ഇൻകം 5,000 കുറവാണെന്നുണ്ടെങ്കിൽ ആ എത്രയാണോ ബാക്കിയുള്ളത്, ഇപ്പൊ 5,000 ഇവിടെ 4,000 നോൺ സേവിങ്സ് ഉണ്ട്, 1,000 എന്താണ്, ഓക്കെ, റിമൈനിങ് ഉണ്ട്. ആ 1,000ന് നമുക്ക് എന്ത് കിട്ടും? റിലീഫ് കിട്ടും. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് ആദ്യത്തെ 1,000ന് നമ്മൾ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ആദ്യത്തെ 1,000 ഇൻ ദ സെൻസ് ഈ റിമൈനിങ് 1,000ന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. പിന്നെ നമ്മൾ അഡീഷണൽ റേറ്റ് ടാക്സ് പെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ നിൽ റേറ്റ് ബാൻഡ് എന്ന് പറയുന്ന സംഭവം കിട്ടില്ല. ഓക്കെ,
അതായത് ആ 500ഉം 1000നും ടാക്സ് കൊടുക്കണ്ട എന്നുള്ള സംഭവം നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി ബേസിക് റേറ്റിൽ എത്രയും കൂടി ടാക്സ് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ടോട്ടൽ ബേസിക് മാൻഡ് എന്ന് പറയുന്നത് 37,700 ആണ്. അതില് 4,000ന് ഓൾറെഡി നമ്മൾ ടാക്സ് ഇതാക്കി. 1,000ന് നമുക്ക് എന്ത് കിട്ടി? റിലീഫും കിട്ടി. ഓക്കെ, സോ റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് 32,700 ആണ്. അതിന് നമുക്ക് എത്ര പെർസെന്റേജില്? 20% കിട്ടും. ഓക്കെ, പിന്നെ ഹയറും അഡീഷണലും സാധാ പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു 125 140 minus 37,700 into 40% additional rate. 145,000 minus 1,000ന് ഓൾറെഡി നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു മിനിറ്റ്, വൺ ട്വന്റി ഫൈവ് 140 minus 37. ഇവിടെ നമ്മൾ 87 440ക്കാണ് ടാക്സ് കൊടുത്തത്. ഓക്കെ, മൈനസ് 87 440 into 45%, 25 450. ഇത് തന്നെയാണ് ആൻസർ വരുന്നതെന്ന് ചെക്ക് ചെയ്തേ. ഇനി ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേ ഇത് തന്നെയാണോ ആൻസർ വരുന്നതെന്നുള്ളത്. അതിന്റെ ആൻസർ എന്താണ് വരുന്നത്? 53,053. ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എവിടെയാ എന്താന്നുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്സ്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കണക്ട് ചെയ്തോളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ, എല്ലാവർക്കും നല്ല മാർക്സും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. സോ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, യാ, ബൈ ബൈ.